നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള തീരത്ത് കടലാക്രമണത്തിനും തെക്കൻ കേരളത്തിൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. ഇന്ന് രാത്രി 11:30 വരെ 0.3 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി 11:30 വരെ 0.3 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ജാഗ്രത നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 27-ന് കൊമോറിൻ പ്രദേശത്ത് മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. 28-ന് കൊമോറിയൻ പ്രദേശം, തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ഇന്ന് പ്രത്യേകിച്ചും അവധി ദിവസങ്ങളാണ്. ഒരുപക്ഷെ ഈ കടലിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കുന്ന നിരവധി പേരുണ്ട്. പ്രധാനമായും ഈ കടലോര പ്രദേശത്തുള്ളവർക്കൊക്കെ തന്നെ കടലിലാണ് അവരുടെ പ്രധാന ആഘോഷം. അതുകൊണ്ട് തന്നെ കടൽക്ഷോഭം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിച്ചു മാത്രം പോവുക, ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, മറ്റനിഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഇത്തരം നിർദ്ദേശങ്ങളൊന്ന് മുഖവിലയ്ക്ക് എടുത്തിട്ട് വേണം നമ്മുടെ ആഘോഷത്തിലേക്ക് കടക്കാനായിട്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ മാത്രം മഴ ലഭിക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്.